നമസ്കാരം. ഇന്നിപ്പോ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹണി റോസിന്റെ കാര്യവും ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യവും രാഹുൽ ഈശ്വറിന്റെ കാര്യവും ഒക്കെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് തുടങ്ങിയ ചൂടുപിടിച്ച ചർച്ചയാണ്. എന്നാൽ ഈ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പൊ കേരളത്തിലെ പൊതുസമൂഹം, ഈവൻ സ്ത്രീകളും പുരുഷന്മാരും അതിനകത്ത് പെടും കേട്ടോ, 90% ആൾക്കാരും ഇപ്പൊ എത്തിച്ചേർന്നേക്കുന്ന ഒരു നിഗമനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീയുടെ വസ്ത്രമാണ് പ്രശ്നം. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ തുറിച്ചുനോട്ടത്തിനും ഈ അതിക്രമങ്ങൾക്കും ഈ ബാഡ് കമന്റ്സിനും ഒക്കെ തന്നെ കാരണം സ്ത്രീയുടെ വസ്ത്രമാണ്. അപ്പൊ വസ്ത്രം നന്നാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് ഇവിടെയുള്ള മഹാന്മാരൊക്കെ തന്നെ പറയുന്നത്. അപ്പൊ ഈ ചൂട് പിടിച്ച ചർച്ചയ്ക്കിടയിൽ ഒരു വലിയ വാർത്ത, നടുക്കുന്ന വളരെയധികം ഗൗരവമായിട്ട് കാണേണ്ട ഒരു വാർത്ത മുങ്ങിപ്പോയി. എത്ര പേര് ആ വാർത്തയെക്കുറിച്ച് കേട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. 90% ആൾക്കാരും കേട്ട് കാണില്ല. കേരളത്തിലെ പൊതുസമൂഹം തലകുനിച്ച്, നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട രീതിയിലുള്ളൊരു വാർത്തയാണ്. പക്ഷെ ആരും തന്നെ അറിഞ്ഞില്ല. ഈ വാർത്തയുടെ മുഴുവൻ ഡീറ്റെയിൽസും ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. അപ്പോൾ വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. 18 വയസ്സുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അധ്യാപകരോടും കൗൺസിലേഴ്സിനോടും ഒരു വലിയ തുറന്നു പറച്ചിൽ നടത്തിയേക്കാണ്. ഏകദേശം 5 വർഷത്തോളമായിട്ട് 62 പേരോളം, ഈ 5 വർഷത്തിനിടയിൽ 62 പേരോളം ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു. ആ പെൺകുട്ടി ഒരു കായിക താരമാണെന്നാണ് പറയുന്നത്. മുഴുവൻ ഡീറ്റെയിൽസും എന്തായാലും പുറത്തു വിടില്ല. കായിക താരമാണെന്ന് അറിയാൻ സാധിച്ചു. കായിക താരമായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരിശീലകരുൾപ്പെടെയാണ്, അധ്യാപകരുൾപ്പെടെയാണ് ഇങ്ങനെ ഒരു ക്രൂരത പെൺകുട്ടിയോട് കാണിക്കുന്നത്. അപ്പൊ ഈ സംഭവത്തിനൊക്കെ തന്നെ തുടക്കമായത് 13ാമത്തെ വയസ്സിലാണ്. 5 വർഷം മുമ്പ് 13ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയുടെ കാമുകൻ, ആൺസുഹൃത്താണ്, ആൺസുഹൃത്ത് എന്ന് പറയുന്നു, കാമുകനായിരിക്കാം, കാമുകനാണ് ആ പെൺകുട്ടിയോട് ആദ്യമായിട്ട് ഈ ഒരു പരിപാടി കാണിക്കുന്നത്. അന്ന് ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ കൺസെന്റോട് കൂടിയിട്ടായിരിക്കാം. അപ്പം കാമുകൻ പിന്നീട് ഈ പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ ആ കാമുകന്റെ സുഹൃത്തുക്കൾക്കിടയിൽ പ്രചരിപ്പിച്ചു. പിന്നെ അത് വെച്ചിട്ട് സുഹൃത്തുക്കൾ മുതലെടുത്തു. അവസാനം അധ്യാപകരായിക്കോട്ടെ, കായിക താരങ്ങളായിക്കോട്ടെ, പരിശീലകരായിക്കോട്ടെ, അവരൊക്കെ തന്നെ, അങ്ങനെ 62 പേരുടെ പേര് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അതിൽ ഏകദേശം 32 പേരുടെ ഡീറ്റെയിൽസ് സഹിതം ഈ പെൺകുട്ടി ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഈ കാര്യം പുറത്തു വരുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടി എഴുതി വെച്ചതായിരിക്കാം. ആ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 62 പേര്, 1-2 പേരല്ല. ആ സംഖ്യയിലുണ്ട് ഈ സംഭവത്തിന്റെ ഡെപ്ത്, വ്യാപ്തി. ഓക്കെ, അപ്പം ഈ വാർത്ത കുറച്ചു പേരൊക്കെ അറിഞ്ഞു. ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഈ വാർത്തയുടെ കമന്റ് സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്സ് എത്രത്തോളം നികൃഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിൽ ഒരു കമന്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെ അറിഞ്ഞു? എല്ലാവരുടെയും പേര് വിവരങ്ങൾ ചോദിച്ചിട്ടാണോ? ആ പെൺകുട്ടിക്ക് അടുത്തറിയാവുന്ന ആൾക്കാരാണ്. ആ പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്നവരും കൂടെയുള്ള ആൾക്കാരും ഒക്കെ തന്നെയാണ് ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്. അപ്പൊ പിന്നെ അവർക്ക് പേര് വിവരങ്ങളൊക്കെ അറിയില്ലേ? കഷ്ടം തന്നെ. ഇപ്പോ ഈ വാർത്ത കേട്ട 90% ആൾക്കാരും തെറ്റുകാരിയായിട്ട് മുദ്ര കുത്തുന്നത് ആരെയാണെന്ന് അറിയാമോ? ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞില്ല? ആ പെൺകുട്ടി എന്തുകൊണ്ട് 13ാം വയസ്സിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു? 13ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് ആ കുട്ടി പ്രണയിക്കാൻ പോയി? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ്, ന്യായീകരണമാണ്. 62 പേരെയും ന്യായീകരിക്കുവാണ്. 62 പേര് തെറ്റുകാരെയല്ല, മുഴുവൻ തെറ്റും ചെയ്തത് ആ പെൺകുട്ടിയാണ്. എങ്ങനെ ഇരിക്കുന്നു? ഈ ന്യായീകരണങ്ങളൊക്കെ നിരത്തുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മയോ പെങ്ങളോ സഹോദരിയോ ആണെന്നുണ്ടെങ്കിൽ, അവർക്കാണ് ഈ ഒരു നില വന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ നില കേരളത്തിലല്ല, ഈ ലോകത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ഏത് സ്ത്രീക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാം. ഷുവർ അല്ലേ? അങ്ങനെ ഒരു സമൂഹത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ പറയുന്നു, എന്തുകൊണ്ട് അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരോട്, ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പോലും അച്ഛനോടും അമ്മയോടും പറയാൻ പേടിക്കുന്നവരാണ് മിക്ക കുട്ടികളും. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഈ വെളിരാജ്യത്ത് കാണുന്നത് പോലെ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടല്ല പേരൻസും കുട്ടികളും ഒന്നും ജീവിക്കുന്നത്. എത്ര വീട്ടിലുണ്ട് അങ്ങനെ? ഇന്നത്തെ ഇപ്പോൾ ഉള്ളൊരു ജനറേഷനിൽ എനിക്കൊന്ന് 1990 ശേഷം, 99 ശേഷം ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ മാതാപിതാക്കളായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം. പക്ഷെ അതിന് മുമ്പുള്ള മാതാപിതാക്കളൊക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. അവർ തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു പയ്യനോട് പ്രണയമുണ്ടെന്ന് പോലും തുറന്നു പറയാൻ മടിക്കുന്നവരാണ് മിക്ക പെൺകുട്ടികളും. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ തുറന്നു പറയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഭീഷണിപ്പെടുത്തിയേക്കാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലിയ വിലപ്പെട്ടൊരു കാര്യമുണ്ട്. ആ വിലപ്പെട്ട കാര്യം നാട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ തളർന്നു പോകും മിക്ക പെൺകുട്ടികളും.
എല്ലാ സ്ത്രീകളും അല്ലെ എല്ലാ പെൺകുട്ടികളെയും അച്ഛനും അമ്മയും വളരെ മെന്റലി സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടല്ല വളർത്തിക്കൊണ്ടുവരുന്നത്. ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും എപ്പോഴും സബ്മിസീവായിട്ട് നിൽക്കാനാണ് മിക്ക മാതാപിതാക്കളും പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത്. ആണിന് നേരെ സൗണ്ട് ഉയർത്താൻ വേണ്ടി പാടില്ല, പുരുഷൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അനുസരിക്കണം, പുരുഷനാണ് ഏറ്റവും വലുത് എന്ന രീതിയിൽ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തുന്നവരാണ് മിക്ക പെൺകുട്ടികളും. അങ്ങനെയുള്ള പെൺകുട്ടിക്ക് എങ്ങനെ ധൈര്യത്തോടു കൂടിയിട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കും? അപ്പൊ ഈ 62 പേരെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ന്യായീകരിക്കുന്ന ഓരോ വ്യക്തിയും ഈ തെറ്റിൽ പങ്കാളികളാണ്. ഇങ്ങനെയുള്ള തെറ്റിനെ ഒന്നും ന്യായീകരിക്കാൻ വേണ്ടി പറ്റില്ല. ആ പെൺകുട്ടി ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും തുറന്നു പറയാതിരുന്നത്. ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മനുഷ്യന്റെ ശരീരത്ത് 62 പേര് കയറി നിരങ്ങുവാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന് പിന്നെ മനസ്സുണ്ടായിരിക്കുമോ? അതിന്റെ മാനസികാവസ്ഥ, അതിന്റെ സൈക്കോളജിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻ മുഴുവൻ വേഴ്സായി കാണും. ഇതുവരെ ആ പെൺകുട്ടി ഒരു കടുങ്കയും ചെയ്തില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. എല്ലാ പെൺകുട്ടികളും വളരെയധികം സ്ട്രോങ് ആയിട്ട് സംസാരിക്കില്ല. അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും പെൺകുട്ടികളെ വളരെയധികം സ്ട്രോങ് ആയിട്ട് എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും പ്രതികരിക്കുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ തയ്യാറാകണം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, മാതാപിതാക്കളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഇന്നത്തെ സമൂഹം ഇങ്ങനെയാണ്, സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റീരിയോടൈപ്സ് ഉണ്ടാകാം, പക്ഷെ അങ്ങനെയല്ല, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുപോലെയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിലാണ് ജനിക്കുന്നത്, ഒരേ റൈറ്റ്സോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലുള്ള ഡ്രീംസ് ഓരോ രീതിയിലായിരിക്കാം, ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്, ഓരോ വ്യക്തിയാണ്, ഓരോ ഹ്യൂമനാണ്. എല്ലാ ഹ്യൂമൻ റൈറ്റ്സും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയാണ്. ജെൻഡറിന്റെ അടിസ്ഥാനത്തിലല്ല ഹ്യൂമൻ റൈറ്റ്സ് വരുന്നത്. മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിന്മേൽ അതിക്രമിച്ച് കടക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ ഒരു വ്യക്തിക്കും അവകാശമില്ലെന്നുള്ളത് ആൺകുട്ടികളെ വേണം ആദ്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്ത്രീകളെ കുമ്പിട്ട് പൂജിക്കണമെന്നോ ബഹുമാനിക്കണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. സ്ത്രീകളെ ബഹുമാനിക്കുകയും വേണ്ട, കുമ്പിട്ട് പൂജിക്കുകയും ചെയ്യേണ്ട, യാതൊരു രീതിയിലുള്ള കൺസിഡറേഷനും കൊടുക്കണ്ട. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ജീവിതം ജീവിക്കാനുള്ള ഒരു റൈറ്റ് കൊടുത്താൽ മാത്രം മതി. മറ്റൊരാളുടെ ആത്മാവിലേക്ക്, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കടന്നു കയറി ഉപദ്രവിക്കുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് ന്യായീകരിക്കും. നാണമില്ലേ മലയാളികളെ നിങ്ങൾക്ക്? ഇതുപോലെയുള്ള ഒരുപാട് കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആ പെൺകുട്ടി തുറന്നു പറയാതിരുന്നത്. കാരണം ആ പെൺകുട്ടിക്ക് അറിയാം, തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പോകുന്നത് അവളെ ആയിരിക്കാം. 13ാമത്തെ വയസ്സിൽ ഇമ്മെച്യൂർ ആയിട്ട് ആ പെൺകുട്ടി ബിഹേവ് ചെയ്തു, ആദ്യമായിട്ട് അവളൊരു തെറ്റ് ചെയ്തു. അത് തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം 13ാമത്തെ വയസ്സുള്ളൊരു പെൺകുട്ടി ഈ രീതിയിലുള്ളൊരു പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ പ്രണയിച്ചത് കൊണ്ടായിരിക്കാം, കാമുകനാണെന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. 13ാമത്തെ വയസ്സിൽ കൺസെന്റോട് കൂടിയിട്ടാണോ ചെയ്തത് എന്നെനിക്ക് അറിയില്ല. പക്ഷെ 13ാമത്തെ വയസ്സിൽ കൊടുക്കുന്ന കൺസെന്റ് ഒന്നും കൺസെന്റായിട്ട് കൂട്ടില്ല. കാരണം പ്രായപൂർത്തിയായതിനു ശേഷമേ കൺസെന്റ് കൊടുക്കാൻ പോലും ഒരു വ്യക്തിക്ക് റൈറ്റ് ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അന്ന് ഇമ്മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്തു. കാരണം ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അങ്ങനെ ഇമ്മെച്യൂർ ആയിട്ട് ബിഹേവ് ചെയ്യും എന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയെ എങ്ങനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും? ഈ 62 പേരാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ. ഇവന്മാരുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ പുറം ലോകം കാണിക്കുന്നില്ല, പുറം ലോകത്തെ കാണിക്കുന്നില്ല. അവർക്ക് എത്ര ശിക്ഷ കൊടുക്കും, എത്ര വലിയ ശിക്ഷ കൊടുക്കും? ഇപ്പൊ ഹണി റോസിന്റെ കാര്യത്തിൽ വളരെയധികം വേഗത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അതേ വേഗത്തിൽ, അതിനേക്കാട്ടിൽ സ്പീഡിലാണ് ഇത്തരം കേസുകളിലൊക്കെ തന്നെ അന്വേഷണം നടത്തേണ്ടത്. ഇപ്പൊ ഏകദേശം 10 പേരെയോളം പിടിച്ചു, 10-11 പേരെയോളം പിടിച്ചു. ഈ പിടിച്ചവരെന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഈ ലിസ്റ്റിൽ എഴുതി വെച്ചേക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് 32 പേരെ എളുപ്പത്തിൽ പിടിക്കും. കാരണം ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്, പേരും വിവരങ്ങളും ഒക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥലം ഉൾപ്പെടെ ആ പെൺകുട്ടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളും തെറ്റുകാരാണ്. കാരണം മാതാപിതാക്കൾക്ക് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളായിരുന്നുള്ളൂ. കാരണം സ്വന്തം മകളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മമാരെ ശ്രദ്ധിക്കും. അച്ഛന്മാരെക്കാട്ടിൽ കൂടുതൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്നത് അമ്മമാരായിരിക്കും. പിന്നെ എന്തുകൊണ്ട് ആ അമ്മ ഇത് തിരിച്ചറിഞ്ഞില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏതായാലും വളരെയധികം വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇവിടെ മാറ്റം കൊണ്ടുവരേണ്ടതും മാറ്റം വരുത്തേണ്ടതും ആണുങ്ങളുടെ മൈൻഡ് സെറ്റിനാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആണുങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല, വിട്ടുകളഞ്ഞേക്കുക. ഇനിയും ജനിക്കുന്ന കുഞ്ഞുങ്ങളിലെങ്കിലും അമ്മമാർ ശ്രദ്ധിക്കുക, പുതിയ അമ്മമാർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആൺകുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ വളർത്തുക. പെൺകുട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുത്തിട്ട് അണിയാനുള്ള ഉപകരണമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുക. അതുപോലെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തം കാലിൽ നിൽക്കാനും റിയാക്ട് ചെയ്യാനും പഠിപ്പിക്കുക. സെൽഫ് ഡിഫെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക, അവളെ സ്ട്രോങ് ആയിട്ട് വളർത്തുക. ഇത് മാത്രമേ ഉള്ളൊരു പരിഹാരം. അല്ലാതെ ഇപ്പം ഈ നാട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ന്യായീകരണങ്ങൾ നിരത്തുന്നവന്മാരുടെ അടുത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മാറാൻ പോകുന്നില്ല.
ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനെല്ലാം കാരണം പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീകളാണെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കും. അതേ ചെയ്യാൻ പോകുന്നുള്ളൂ.